പത്തനംതിട്ട അടൂർ പട്ടാഴിമുക്കിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അപകടം ആത്മഹത്യയാണെന്ന് സൂചന. കാർ അമിത വേഗത്തിൽ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാകാമെന്നാണ് നിഗമനം. അപകടത്തിൽ അധ്യാപികയായ അനുജ, സുഹൃത്ത് ഹാഷിം എന്നിവരാണ് മരിച്ചത്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് ഡോർ 3-4 ട്രിപ്പ് ഓപ്പൺ ആവുകയും ആ വാഹനം കൺട്രോളല്ല, ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കൺട്രോളിലല്ലായിരുന്നു വാഹനം. ശാരീരികമായിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മൽപ്പിടുത്തം നടന്നിട്ടുണ്ടാകാനുള്ള 100% സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് കാല് ഒരു തവണ വെളിയിലേക്ക് വന്നു. അതായത് ഓടിക്കൊണ്ടിരുന്ന ഡോർ തുറന്ന് കാല് വെളിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സമാധാനപരമായിട്ട് കാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാളുടെ കാല് വെളിയിലേക്ക് വരില്ലല്ലോ. അപ്പോൾ അതിൽ ശാരീരികമായിട്ട് ഒരു ഉപദ്രവം അതിനകത്ത് നടന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ദൃക്സാക്ഷിയുടെ പ്രതികരണമാണ് കേട്ടത്. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, ഇത് പൂർണ്ണമായും ആത്മഹത്യ തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്കാണോ എത്തുന്നത്, അതോ ഒരു ബലപ്രയോഗം കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ട്? കാർ ഓടിച്ച ആളുടെ ഭാഗത്തു നിന്ന് ആ രീതിയിലൊരു ബലപ്രയോഗം കൂടെ നടന്ന ശേഷമാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് എത്തിയത് എന്ന് കൂടിയാണോ? ഏത് തരത്തിലുള്ളൊരു സ്ഥിരീകരണമൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്? അപർണ, ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് അടിമുടി ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ രാത്രി 12 മണിക്കാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് ആദ്യം അറിയുന്നത്. അത് കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു എന്നാണ് ആദ്യം പുറത്തു വരുന്ന വാർത്ത. സ്വാഭാവികമായും പോലീസ് അടക്കം സ്ഥലത്ത് ചെല്ലുമ്പോൾ അത്തരത്തിലാണ് സംശയിച്ചിരുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ അപകടത്തിൽ മരണപ്പെട്ട അനുജയും ഒപ്പം ഈ ഹാഷിമും 2 പേരും തമ്മിലുള്ള ചില കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സ്വാഭാവികമായി ഇത് ആത്മഹത്യയാണെന്ന് എത്തുന്നത്. കാരണം അനുജ സ്കൂൾ അധ്യാപികയാണ്, ഹാഷിമും ഈ അനുജയുടെ സുഹൃത്താണ്. അപ്പോൾ 2 പേരും സുഹൃത്തുക്കളാണ്. ഒപ്പം ഈ അപകടവുമായി ബന്ധപ്പെട്ട് 2 പേരും സുഹൃത്തുക്കളാണെന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. അനുജ കഴിഞ്ഞ ദിവസം ഈ അപകടം ഉണ്ടായി ഇന്നലെ തിരുവനന്തപുരത്ത് അധ്യാപകരുടെ കൂടെ, ഇവരുടെ സഹപ്രവർത്തകരായ അധ്യാപകരുടെ കൂടെ ടൂറിന് പോവുകയും ചെയ്തു. ഈ പോയതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്താണ് ഹാഷിം ഏനാത്ത് വെച്ച് അനുജയെ ബലപ്രയോഗത്തിലൂടെ കാറിൽ കയറ്റിക്കൊണ്ടുവന്നത്. അനുജ അപ്പോൾ ഈ സഹപ്രവർത്തക അധ്യാപകരോട് പറയുകയും ചെയ്തു, എനിക്ക് ബന്ധമുള്ള ആളാണ് എന്ന് പറഞ്ഞാണ് കാറിൽ കയറിപ്പോകുന്നത്. ആ കാറിൽ കയറിപ്പോകുന്ന സമയത്ത് തുടർന്ന് പോകുന്ന അമിത വേഗത്തിലാണ് കാർ ഓടിച്ചു പോകുന്നത്. ആ ഓടിച്ചു പോകുന്ന സമയത്താണ് ദൃക്സാക്ഷി കണ്ട ആളുകളുടെ മൊഴിയാണ് നമ്മളിപ്പോൾ കേട്ടത്. കാരണം ഈ വാഹനത്തിൽ വെച്ച് ബലപ്രയോഗം ഉണ്ടാകും. ഈ വാഹനം പിന്നീട് ഇടിച്ച് അമിത വേഗത്തിൽ പോയി എതിരെ വന്ന ഈ കണ്ടെയ്നർ ലോറിലേക്ക് ഇടിച്ച് കയറുകയാണ് ചെയ്തത്. കാരണം ഇതെല്ലാം നോക്കി കഴിയുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇത് മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യുകയാണെന്നുള്ള ഒരു സംശയത്തിലേക്ക് പോലീസ് ഉണ്ട്. കാരണം സാധാരണ അപകടമല്ല എന്ന് പോലീസ് ഇത് കണ്ടതിന് ശേഷമാണ്, ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ അപകടമല്ല, ഇത് ആത്മഹത്യയാണെന്നറിയാം. കാരണം അനുജയും ഈ ഹാഷിമും 4 വർഷമായി സുഹൃത്തുക്കളാണ്. ഇവർ തമ്മിൽ അടുത്ത ഇടപഴകുന്നവരാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്ത ഒരു അപകടം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് വരുന്നത്. ആ തരത്തിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് ഏത് തരത്തിൽ വിലയിരുത്തുന്നു? ഒരു മൽപ്പിടുത്തം നടന്നു എന്നുള്ളൊരു സൂചന വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാറിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അനുജ ശ്രമിച്ചിരുന്നു എന്നുകൂടി അതിനകത്ത് അർത്ഥമാവുന്നുണ്ടോ? അതൊരു വശത്ത് നടക്കും, മറുവശത്ത് കാറിലേക്ക് ഇടിച്ചു കയറ്റാനുള്ള ഹാഷിമിന്റെ ശ്രമം വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു നിഗമനത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നുണ്ടോ പോലീസ്? സുഹൃത്ത് ബന്ധമുള്ളവരാണ് ഇവർ. മുൻകൂട്ടി തീരുമാനിച്ച പോലെ തന്നെ ഇവർ മരിക്കാൻ തീരുമാനിച്ചു എന്ന നിലയ്ക്ക് തന്നെ അനുജയും കൂട്ടി ഉണ്ടാക്കിയ അപകടം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ. ശശി നാരായണൻ, ഞാൻ ചോദിച്ചത്, അതായത് ഈ മൽപ്പിടുത്തം നടന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും കാറിൽ നിന്ന് രക്ഷപ്പെടാൻ അനുജ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിൽ ഹാഷിം ഈ കാറ് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് കൂടി എത്തുന്നുണ്ടോ? ഇത് ഒരു 2 പേരും ഒരുമിച്ച് ഒരു ആത്മഹത്യ ഉദ്ദേശവുമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു സൂചനകൾ കൂടി വരുന്നുണ്ടോ ഇതിനകത്ത്? അപർണ, ചിലപ്പോൾ നമ്മൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപക്ഷെ ഈ അനുജ ഈ ആത്മഹത്യക്ക് താല്പര്യം കാണിച്ചില്ലായിരിക്കും. ഒരുപക്ഷെ ഇയാളെ ഇന്നലെ മദ്യപിച്ചിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാറിനകത്ത് മദ്യത്തിൻ്റെ ബോട്ടിലെ കണ്ടെത്തിയിരുന്നു. ഒരുപക്ഷെ അങ്ങനെ താല്പര്യം അനുജയ്ക്ക് ഉണ്ടായി കാണത്തില്ല. പക്ഷേ നിർബന്ധിച്ച് ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് നയിച്ചായിരിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അനുജ അതുകൊണ്ടാണ് കാറിനകത്ത് ബലപ്രയോഗം നടത്തിയത്. കാരണം ഫ്രണ്ടിലിരുന്ന അനുജ
കാറിൻ്റെ ബാക്ക് സീറ്റിൽ ആക്സിഡൻറ്റിന് ശേഷം കാറിൻ്റെ ബാക്ക് സീറ്റിൽ വെച്ചാണ് പിന്നീട് കാണുന്നത്. കാരണം എത്താനെത്തുന്ന ആളുകളാണ് ഇത് പറയുന്നത്. കാരണം ഫ്രണ്ടിലാണ് അനുജ ഈ അധ്യാപകരുടെ കൂട്ടത്തിൽ നിന്നും ഈ കാറിൽ കയറുമ്പം ഫ്രണ്ട് സീറ്റിലാണ് അനുജ കയറുന്നത്. പക്ഷേ ആക്സിഡൻറ്റിന് ശേഷം അനുജ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. കാരണം അപകടത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് ഇടിയുടെ ആഘാതത്തിൽ അനുജ ബാക്ക് സീറ്റിലേക്ക് വന്നു. അതായത് ഈ അപകടത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നുള്ള ധാരണ ഒരു പക്ഷേ അനുജയ്ക്ക് ഉണ്ടായി കാണത്തില്ല. പക്ഷേ അത് പ്രേരിപ്പിച്ചായിരിക്കാം, ഭാഷയും പ്രേരിപ്പിച്ചായിരിക്കാം, അത്തരത്തിലായിരിക്കും ഉണ്ടായത്. അതുകൊണ്ടായിരിക്കും ഒരു ബലപ്രയോഗം സ്വാഭാവികമായും ഈ യാത്രയിൽ ഉണ്ടായത്. അതിൻ്റെ ഒരു ഭാഗം നിലയ്ക്കാണ് സ്വാഭാവികമായും ഈ അപകടം ഉണ്ടാവാനും ഒരുപക്ഷെ അനുജയെ പ്രേരിപ്പിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ചതായിരിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അടിമുടി ഈ അപകടം ദുരൂഹത നിറഞ്ഞതാണ്. കാരണം ഇവർ തമ്മിൽ സ്വാഭാവികമായും അടുത്ത പരിചയമുള്ളവർ, കഴിഞ്ഞ 4 വർഷമായി ഇവർ തമ്മിൽ പരിചയമുള്ളവരാണ്. ആ സൗഹൃദം അതിരുവിടുന്ന തരത്തിലേക്ക് മാറിക്കാണുമായിരിക്കാം. അത്തരം ചില ബന്ധങ്ങളാണ് ഇത്തരത്തിൽ ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്നലെ വിനോദസഞ്ചാരത്തിന് തിരുവനന്തപുരത്ത് പോയതിനു ശേഷം തിരുവനന്തപുരത്ത് തിരിച്ചു വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇവർ വാഹനത്തിൽ വാഹനം ഇതായത് ഏനാത്ത് വെച്ച് ഈ വാഹനം ഈ ഹാഷിം ഓടിച്ചു വന്ന കാർ ക്രോസ് ചെയ്ത് വെക്കുമായിരുന്നു. കാരണം ഈ വാഹനം തടസ്സപ്പെടുത്തിയാണ് ഈ അനുജയെ ഈ വാഹനത്തിൽ നിന്ന് ഹാഷിം കാറിൽ കയറ്റുന്നത്. അതുതന്നെ ഈ അധ്യാപകന്മാർക്ക്, ഈ കൂടെയുള്ള അധ്യാപക സുഹൃത്തുക്കൾക്ക് തന്നെ ഒരു സംശയമുണ്ടായി. അവർ വീട്ടിലേക്ക് വിളിച്ച് പറയുകയും ചെയ്തു. അവിടുന്ന് പെട്ടെന്ന് ഈ വാഹനം എടുത്തു പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ കണ്ടെയ്നർ ലോറിയുമായി ഇടിച്ച് അപകടം ഉണ്ടായത്. കാരണം കണ്ടെയ്നർ ലോറി ഒഴിച്ചു, ഈ വാഹനം വരുന്ന കണ്ട്, സ്പീഡിൽ വരുന്ന കണ്ട് കണ്ടെയ്നർ ലോറി പരമാവധി ഒഴിച്ചെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞ്. ഒഴിച്ചു മാറ്റിയിട്ടും ആ വാഹനത്തിലേക്ക് ഇവർ ഇടിച്ചു കയറ്റുകയായിരുന്നു. അതായത് ആത്മഹത്യ ചെയ്യാനുള്ള താല്പര്യത്തിൽ തന്നെ വാഹനം ഓടിച്ചു കയറി എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് ഈ പോലീസ് പറയുന്നത്. ശശിനാരായണൻ വിവരങ്ങൾ നൽകിയത്. ഏതായാലും പത്തനംതിട്ടയിലെ അപകടം കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കുള്ള നിഗമനങ്ങളിലേക്കാണ് കടക്കുന്നത്. അപകടം നേരിട്ട് കണ്ട ഒരു ദൃക്സാക്ഷിയുടെ മൊഴിയിലേക്ക് കൂടി. നമ്മളൊരു വേറെ ആക്സിഡന്റ് കേസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്ന വഴിക്കാണ് ഇത് കാണുന്നത്. നമ്മളിത് കണ്ടെയ്നർ സൈഡ് ഒഴിച്ചതാണ്, എന്നിട്ട് കൊണ്ടുവന്ന് ഇരിക്കുകയാണ്. പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ആഘാതത്തിന് ഈ ഫ്രണ്ടിലിരുന്ന കുട്ടി ബാക്കിലായിരുന്നു. ഈ ടീച്ചർ ബാക്കിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്, എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടൂർ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് കൂടുതലുള്ള അധ്യാപകർ പറഞ്ഞത് ഇതുപോലെ അവർ വണ്ടി ബ്ലോക്ക് ചെയ്ത് വണ്ടി വിളിച്ചിറക്കുകയായിരുന്നു. ആദ്യം പറഞ്ഞ് ഇവരുടെ പക്ഷത്തിൻ്റെ മോനാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞ് പൊക്കി കഴിഞ്ഞാൽ അവർ ഒരു ടീച്ചറിൻ്റെ ഫോനെ വിളിച്ചാൽ പറഞ്ഞിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. വന്ന ടീച്ചർമാർ അവിടെ വെച്ച് തന്നെ പറഞ്ഞത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പറഞ്ഞായിരുന്നു. അവർ പോലീസിൽ അറിയിച്ചിരുന്നല്ലേ? അവർ പോലീസിൽ അറിയിച്ചിരുന്നു. പത്തനംതിട്ട അപകടം കൂടുതൽ ദുരൂഹതയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുവെന്ന് ശശിനാരായണനിലേക്ക് വീണ്ടും. ശശി, പോലീസ് അന്വേഷണം അതേത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു, ഏത് സ്ഥിരീകരണങ്ങളിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? പറഞ്ഞാൽ പോലീസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ആത്മഹത്യയാണെന്ന നിലയ്ക്ക് തന്നെ, കാരണം ഇവർ പ്ലാൻ ചെയ്ത്, അതായത് ഹാഷിമാണ് ഇത് പ്ലാൻ ചെയ്ത് എന്ന നിലയ്ക്കാണ് പോലീസ് മനസ്സിലാക്കുക. കാരണം അനുജയ്ക്ക് ഇക്കാര്യത്തിൽ അത്തരത്തിലൊരു കാര്യം ഉണ്ടാവാൻ കാരണം പിടിവലിയൊക്കെ നടന്നിരിക്കുന്നു. കാരണം ഈ യാത്രയിൽ ഇവർ തമ്മിൽ സഞ്ചരിക്കുമ്പോൾ ഇവർ തമ്മിൽ പിടിവലി ഉണ്ടായതായി ദൃക്സാക്ഷി കണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ അനുജയ്ക്ക് ഒരുപക്ഷെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ താല്പര്യമില്ലായിരിക്കാം എന്നൊക്കെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ എന്തായാലും ഈ രണ്ടുപേരും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ അനുജ ഇതിനിടയ്ക്ക് അധ്യാപകരോട് തന്നെ പറഞ്ഞിരുന്നു താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും പോലീസിന് ഈ കാര്യത്തിൽ കൃത്യമായി ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ കൃത്യമായി ഈ രണ്ടുപേരും ആസൂത്രണം ചെയ്ത് തന്നെയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എതിരെ വന്ന കാർ ഓടിച്ച് ഡയറക്റ്റായിട്ട് ഓടിച്ച് കയറ്റുമായിരുന്നു. കാരണം ആ വാഹനം ഒഴിച്ചു മാറ്റിയിട്ട് പോലും അങ്ങോട്ട് നേരിട്ട് പോയി ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികളും പറയുന്നത്. എന്തായാലും രണ്ടുപേരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും മരിച്ചിരിക്കുന്നു. തൽക്ഷണം രണ്ടുപേരും സ്പോട്ടിൽ മരിച്ചിട്ടുണ്ട്. ഈ പല തരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോഴും ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ട്. പോലീസിനും അത്തരത്തിലുള്ള നിഗമനത്തിലെത്താൻ കഴിയുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്.
അത്തരത്തിലാണ് കാരണം രണ്ട് സുഹൃത്തുക്കളുണ്ട്. അത് പ്ലാൻ ചെയ്തതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളാണെന്ന് കുറിച്ച് കൃത്യമായി അറിയില്ല. പക്ഷേ ഹാഷിം ഇക്കാര്യത്തിൽ കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഹാഷിം പ്ലാൻ ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ഈ അനുജ അടക്കം കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയായിരിക്കും എന്നുള്ള കാര്യം കൂടി നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും ഇന്നലെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് 2 ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് രണ്ടും നമുക്ക് സങ്കടകരമായ കാര്യമാണ്. എന്തായാലും വളരെ ഇന്നലെ രാത്രി ഉണ്ടായ വാർത്തയ്ക്ക് ശേഷം നമുക്കൊരു ഇത്തരം കാര്യങ്ങളിൽ ഈ രണ്ടുപേരും സൗഹൃദ ബന്ധങ്ങൾ അതിരുവിട്ട് പോകുന്നതിൻ്റെ ചില കാര്യങ്ങൾ കൂടി നമുക്കിത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും സുഹൃത്താണെന്നാണ് അനുജ പറഞ്ഞത്. അതനുസരിച്ചാണ് അധ്യാപകരും ഈ വാഹനത്തിൽ തിരിച്ചു വരുമ്പം ഈ വാഹനത്തിൽ കയറ്റി തിരിച്ച് കാറിൽ കയറ്റി പോകുമ്പോഴൊക്കെ അവരും അത്തരത്തിൽ തന്നെയാണ് കാണുന്നത്. എന്തായാലും രണ്ടുപേരും മരിച്ചിരിക്കുന്നത് അടൂരാണ്. താലൂക്ക് ആശുപത്രി രണ്ടുപേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ശേഷം ബന്ധുക്കൾ വിട്ടുകൊടുക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശശി നാരായണൻ.